ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ താമസിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ ദൗർബല്യങ്ങൾ അയാൾക്കറിയാം. നിങ്ങളുടെ രഹസ്യങ്ങൾ അയാൾക്കറിയാം. ഈ വ്യക്തി പതുക്കെ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സിനിമയിലെ കഥയല്ല. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയതും ഏറ്റവും ഭയാനകവുമായ സത്യമാണിത്. അകത്തുള്ള ശത്രുവാണ് ഏറ്റവും വലിയ നാശം വരുത്തുകയെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചാണക്യൻ ഇത്രമാത്രം പറയുകയല്ല ചെയ്തത്. ശത്രു സ്വന്തം വീട്ടിൽ നിന്നാകുമ്പോൾ എന്തു ചെയ്യണം, അവരെ എങ്ങനെ തിരിച്ചറിയണം, എങ്ങനെ രക്ഷപ്പെടണം, ആവശ്യമെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ ഓർത്തിരിക്കുന്ന രീതിയിലുള്ള മറുപടി എങ്ങനെ നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അർത്ഥശാസ്ത്രത്തിലും നീതിശാസ്ത്രത്തിലും മറച്ചുവെച്ചെഴുതിയ ഏറ്റവും രഹസ്യമായ ആ 13 നിയമങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ നിയമങ്ങൾ സാധാരണക്കാരെ പഠിപ്പിക്കാറില്ല. ഇത് രാജാക്കന്മാർക്കും യോദ്ധാക്കൾക്കും അധികാരത്തിന്റെ യഥാർത്ഥ പോരാട്ടം നടത്തുന്നവർക്കും മാത്രമേ പറഞ്ഞുകൊടുത്തിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഞാനിതെല്ലാം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ പോകുകയാണ്. കാരണം ഇന്നത്തെ ജീവിതത്തിൽ ഓരോ മനുഷ്യനും ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഇതേ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കരുത്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. കാരണം ഇതിലെ ഓരോ നിയമവും നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. എന്നാൽ നിൽക്കൂ സുഹൃത്തുക്കളെ, വീഡിയോ നിർമ്മിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കായി ഇത്രയധികം കഷ്ടപ്പെടുന്നു. അതിനാൽ പകരമായി നിങ്ങൾക്കൊരു ലൈക്കും മനോഹരമായ ഒരു കമന്റും ചെയ്യാമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് തീർച്ചയായും പങ്കുവയ്ക്കുക. അതോടൊപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് വീഡിയോയുമായി മുന്നോട്ടു പോകാം. ആദ്യം എന്താണ് വീട്ടിലെ ശത്രു എന്ന് മനസ്സിലാക്കാം. നമ്മൾ വീട്ടിലെ ശത്രു എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് അത് ഏതെങ്കിലും ബന്ധുവോ സഹോദരനോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആണെന്നാണ്. എന്നാൽ ചാണക്യന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുനിന്ന് നിങ്ങളെ ഉപദ്രവിക്കുന്ന ഏതൊരാളും വീട്ടിലെ ശത്രുവാണ്. ഈ ഉപദ്രവം പലതരത്തിലാകാം. ചിലപ്പോൾ നിങ്ങളുടെ വളർച്ചയെ തടഞ്ഞുകൊണ്ടാകാം ഈ ഉപദ്രവം ഉണ്ടാകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങൾ തകർത്തുകൊണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാകാം. ചിലപ്പോൾ ഇത് എത്രത്തോളം പതുക്കെയും ആഴത്തിലുമാണെന്നാൽ എപ്പോഴാണ് നിങ്ങളുടെ അടിത്തറ തോണ്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക പോലുമില്ല. വീട്ടിലെ ശത്രുക്കൾ 3 തരത്തിലുണ്ടെന്നാണ് ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചത്. ഒന്നാമത്തേത് ബോധപൂർവം ശത്രുത കാണിക്കുകയും എന്നാൽ പുറമേ സൗഹൃദം നടിക്കുകയും ചെയ്യുന്നവർ. രണ്ടാമത്തേത് അവർ നിങ്ങൾക്ക് നാശം വരുത്തുകയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല, എന്നാൽ അവരുടെ അസൂയയും ഭയവും ദൗർബല്യവും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു. മൂന്നാമത്തേത് ഒരിക്കൽ നിങ്ങളുടെ യഥാർത്ഥ കൂട്ടാളിയായിരിക്കുകയും എന്നാൽ പിന്നീട് ഏതെങ്കിലും കാരണത്താൽ മാറി ഇപ്പോൾ മറ്റുള്ളവരുടെ ആയുധമായി തീർന്നവരും. 3 പേരും അപകടകാരികളാണ്. ഇവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും വ്യത്യസ്തമാണ്. ചാണക്യൻ ഇവർ 3 പേർക്കുമായി വ്യത്യസ്ത നയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് ആ 13 രഹസ്യ നിയമങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ നിയമം തിരിച്ചറിയാൻ തിടുക്കം കാണിക്കരുത്. പെട്ടെന്ന് ഒരാളെ സുഹൃത്തോ ശത്രുവോ ആയി പ്രഖ്യാപിക്കുന്നവൻ എപ്പോഴും തെറ്റുവരുത്തുമെന്ന് ചാണക്യൻ പറയുന്നു. വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ ശത്രുവാണെന്ന് സംശയം തോന്നുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് പെട്ടെന്ന് പ്രതികരിക്കുക എന്നതാണ്. നിങ്ങൾ ഒന്നുകിൽ അവരുമായി വഴക്കിടുന്നു, അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു, അതുമല്ലെങ്കിൽ കുടുംബത്തിൽ മുഴുവൻ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങളെത്തന്നെ ദുർബലരാക്കുമെന്ന് ചാണക്യൻ പറയുന്നു. അവരെയല്ല. കാരണം നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്ത്രങ്ങൾ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കവരെ അറിയാമെന്ന് നിങ്ങൾ അവരെ അറിയിക്കുന്നു. എന്നാൽ തന്ത്രശാലിയായ ഒരു ശത്രു ആഗ്രഹിക്കുന്നത് നിങ്ങൾ അസ്വസ്ഥനാകണം എന്നാണ്. നിങ്ങൾ തെറ്റ് ചെയ്യണം. നിങ്ങൾ തിടുക്കത്തിൽ ഏതെങ്കിലും അത്തരം തീരുമാനങ്ങൾ എടുക്കുകയും അതിലൂടെ നിങ്ങൾ തന്നെ മോശക്കാരനായി കാണപ്പെടുകയും ചെയ്യണം. അതിനാൽ ആദ്യത്തെ നിയമം ഇതാണ്: മിണ്ടാതിരിക്കുക, നോക്കിക്കാണുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായ ചിത്രം വ്യക്തമാകുന്നതുവരെ ഒരു നടപടിയും എടുക്കരുത്. പാമ്പിനെപ്പോലെ പതുക്കെ സഞ്ചരിക്കുക എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആക്രമിക്കുമ്പോൾ ഒറ്റയടിക്കെല്ലാം അവസാനിക്കണം. രണ്ടാമത്തെ നിയമം നിങ്ങളുടെ വിവരങ്ങളുടെ വ്യാപ്തി ചെറുതാക്കുക. നിങ്ങളുടെ വീട്ടിലെ ശത്രുവിന്റെ ഏറ്റവും വലിയ ശക്തി അവന് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം എന്നതാണ്. നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഭയങ്ങൾ തുടങ്ങി എല്ലാം അവനറിയാം. ഈ വിവരങ്ങളാണ് അവൻ നിങ്ങൾക്ക് എതിരായി ഉപയോഗിക്കുന്നത്. അതിനാൽ ചാണക്യൻ പറയുന്നു, നിങ്ങളൊരാളെ സംശയിക്കാൻ തുടങ്ങിയാൽ ആദ്യം അയാൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കുറയ്ക്കാൻ തുടങ്ങുക. പതുക്കെ ഒച്ചപ്പാടുണ്ടാക്കാതെ നിങ്ങളുടെ പദ്ധതികൾ പറയുന്നത് നിർത്തുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരുമായി പങ്കുവയ്ക്കുന്നത് നിർത്തുക. എന്നാൽ ഇതെല്ലാം അവരറിയാത്ത രീതിയിൽ വേണം ചെയ്യാൻ. കാരണം നിങ്ങൾ അവരെ സംശയിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവർ കൂടുതൽ ജാഗ്രത പുലർത്തുകയും നിങ്ങളെ ഉപദ്രവിക്കാനുള്ള വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ പുറമെ സാധാരണ പോലെ പെരുമാറുക, ഉള്ളിൽ ജാഗ്രത പുലർത്തുക. ഇതാണ് ചാണക്യന്റെ രണ്ടാമത്തെ തന്ത്രം. മൂന്നാമത്തെ നിയമം അവരെ പരീക്ഷിക്കാൻ തെറ്റായ വിവരങ്ങൾ നൽകുക. ഈ നിയമം വളരെ ശക്തമാണ്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ചറിയൂ. ചാണക്യൻ ഇതിനെ കൂടപരീക്ഷണം എന്നാണ് വിളിച്ചിരുന്നത്. നിങ്ങൾക്കൊരാളിൽ സംശയമുണ്ടെങ്കിൽ അയാൾക്ക് തികച്ചും തെറ്റായ ഒരു വിവരം നൽകുക. എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന രീതിയിൽ തോന്നിപ്പിക്കണം. എന്നിട്ട് ആ വിവരം പുറത്തുപോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക.
ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ പുറത്തുള്ള മറ്റൊരാളോട് പറയുന്നുണ്ടെന്ന് സംശയിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് തെറ്റായ ഒരു വാർത്ത നൽകുക. അതായത്, ഞാൻ അടുത്ത മാസം ഒരു വലിയ തീരുമാനമെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക. ഈ തെറ്റായ വാർത്ത പുറത്തെത്തുകയാണെങ്കിൽ ഒറ്റുകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മഗധ സാമ്രാജ്യത്തിലെ രാജ്യദ്രോഹികളെ പിടികൂടാൻ ചാണക്യനും ഈ രീതി ഉപയോഗിച്ചിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ഇതൊരുപോലെ ഫലപ്രദമാണ്. 4-ാമത്തെ നിയമം, ശത്രുവിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അതിനെ ദുർബലപ്പെടുത്തുക. ഓരോ ശത്രുവിനും ഒരു ശക്തിയുണ്ടാകും. അതിന്റെ പിൻബലത്തിലാണ് അവൻ നിലനിൽക്കുന്നത്. ചിലരുടെ ശക്തി പണമായിരിക്കും, ചിലരുടേത് പുറത്തുള്ള ബന്ധങ്ങളായിരിക്കും. കുടുംബത്തിലെ എല്ലാവർക്കും അവരിലുള്ള വിശ്വാസമായിരിക്കും മറ്റ് ചിലരുടെ ശക്തി. അവൻ വളരെ തന്ത്രശാലിയായ ഒരു പ്രഭാഷകനാണ് എന്നതായിരിക്കും ചിലരുടെ ശക്തി. അതിനാൽ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തെറ്റാണെന്ന് തോന്നുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നു. ശത്രുവിനെ നേരിട്ട് ഇല്ലാതാക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. ആദ്യം അവന്റെ ശക്തിയെ ദുർബലപ്പെടുത്തുക. അവന്റെ ശക്തി കുടുംബത്തിന്റെ വിശ്വാസമാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും പെരുമാറ്റത്തിലൂടെയും പതുക്കെ കുടുംബത്തിൽ നിങ്ങളുടെ സ്വന്തം വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുക. അവൻ ചീത്തയാണെന്ന് പറയരുത്, പകരം നിങ്ങളെത്തന്നെ അത്രത്തോളം നല്ലവനായി കാണിക്കുക. അങ്ങനെ ആളുകൾ സ്വയം അവനിൽ നിന്ന് അകന്നുപോകും. അവനെ പിന്തുണയ്ക്കുന്ന പുറത്തുള്ള ആളുകളാണ് അവന്റെ ശക്തിയെങ്കിൽ ആ പുറത്തുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. അവരെ നിങ്ങളുടെ ഒപ്പം ചേർക്കുക. അങ്ങനെ അവന്റെ പുറമെയുള്ള പിന്തുണയും ദുർബലമാകും. ഈ കളി ക്ഷമയുടേതാണ്, എന്നാൽ ഈ കളിയിൽ വിജയമുറപ്പാണ്. 5-ാമത്തെ നിയമം, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്ന് അവരെ ഒരിക്കലും അറിയിക്കാതിരിക്കുക. ഈ നിയമം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് വെച്ചാൽ, ചാണക്യൻ തന്റെ നയത്തിൽ പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശത്രുവായ വ്യക്തിക്ക് നിങ്ങൾ അവനെ തിരിച്ചറിഞ്ഞുവെന്നറിയില്ലെങ്കിൽ അവൻ അശ്രദ്ധനായിരിക്കും. അവൻ തെറ്റുകൾ വരുത്തും. അവൻ തന്റെ യഥാർത്ഥ നിറം പുറത്തു കാണിക്കും. അവൻ സ്വയം തന്നെ സ്വന്തം കള്ളി വെളിച്ചത്താക്കും. എന്നാൽ അവനെ നിങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലാകുന്ന നിമിഷം അവൻ കൂടുതൽ ജാഗ്രത പുലർത്തും. അവൻ തന്റെ തന്ത്രങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാക്കും. അവൻ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശക്കാരനാക്കി കാണിക്കാൻ ശ്രമിക്കും. അതിനാൽ ചാണക്യൻ പറയുന്നു, എല്ലാം അറിയുക, എന്നാൽ ഒന്നും പുറത്തു കാണിക്കരുത്. അവനുമായി സാധാരണ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവനുമായി സാധാരണ പെരുമാറ്റം നിലനിർത്തുക. എന്നാൽ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നവനല്ല യഥാർത്ഥ യോദ്ധാവ്. നിശബ്ദമായി തന്റെ വാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നവനാണ് യഥാർത്ഥ യോദ്ധാവ്. 6-ാമത്തെ നിയമം, സുഹൃത്തിനെ കഷ്ടകാലത്തിൽ പരീക്ഷിക്കുക. ആപത്കാലേ പരീക്ഷതേ മിത്രം. അതായത്, കഷ്ടകാലത്തിലാണ് ഒരു സുഹൃത്തിന്റെ പരീക്ഷണം നടക്കുന്നതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ആരൊക്കെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ടെന്നും ആരൊക്കെ കാഴ്ചക്കാരായി നിൽക്കുന്നുണ്ടെന്നും നോക്കുക എന്നതാണ് വീട്ടിലെ ശത്രുവിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമാർഗം. എന്നാൽ ചാണക്യൻ ഇവിടെ ആഴത്തിലുള്ള മറ്റൊരു കാര്യം പറയുന്നു. ബുദ്ധിമുട്ടുള്ള സമയം വരുമ്പോൾ മനഃപൂർവ്വം ഒരു ചെറിയ പ്രശ്നം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക. എന്നിട്ട് അവർ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതോ അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ വേദനയിൽ അവസരം കാണുന്ന വ്യക്തി ശത്രുവാണ്, അവൻ എത്ര അടുത്തയാളാണെങ്കിലും ശരി. 7-ാമത്തെ നിയമം, നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഒരിക്കലും അവരുടെ മുന്നിൽ വെക്കരുത്. ഈ നിയമം വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ആളുകൾ ഏറ്റവും കൂടുതൽ ലംഘിക്കുന്നത് ഇതാണ്. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവരോട് നമ്മൾ നമ്മുടെ എല്ലാ ദൗർബല്യങ്ങളും പറഞ്ഞുകൊടുക്കുന്നു. നമ്മുടെ ഭയം പറയുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നു, നമ്മുടെ വേദനകൾ പറയുന്നു. ആ വ്യക്തി ശത്രുവാണെന്ന് വരുമ്പോൾ ഈ ദൗർബല്യങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറുന്നു. ആരെയും നിങ്ങളുടെ ദൗർബല്യങ്ങൾ അറിയിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. അവർ എത്രമാത്രം വിശ്വാസയോഗ്യരാണെന്ന് തോന്നിയാലും ശരി. ഇതൊരു ക്രൂരതയല്ല, ഇത് ബുദ്ധിയാണ്. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പലതവണ നിങ്ങളെ സഹായിച്ചിട്ടുള്ള വ്യക്തിയുടെ മുന്നിൽ മാത്രം നിങ്ങളുടെ ദൗർബല്യങ്ങൾ വെളിപ്പെടുത്തുക. അപ്പോഴും എത്രത്തോളം ആവശ്യമുണ്ടോ അത്രമാത്രം പറയുക. 8-ാമത്തെ നിയമം, അവൻ നിങ്ങൾക്കെതിരായി ഉപയോഗിക്കപ്പെടുന്നതിനു മുമ്പ് അവനെ നിർവീര്യമാക്കുക. ഇത് ചാണക്യന്റെ ഏറ്റവും ശക്തവും ഏറ്റവും രഹസ്യവുമായ തന്ത്രമാണ്. ഒരാൾ നിങ്ങളുടെ ശത്രുവാണെന്നും അയാൾ ഉടൻ തന്നെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വലിയ നീക്കം നടത്താൻ പോകുകയാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിനു മുമ്പ് തന്നെ അവനെ നിർവീര്യമാക്കുക. എന്നാൽ ഈ നിർവീര്യമാക്കൽ നേരിട്ടുള്ള ഒന്നല്ല. അവനെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു ജോലിയിൽ വ്യാപൃതനാക്കുക എന്ന് ചാണക്യൻ പറയുന്നു. അവന്റെ ശ്രദ്ധ തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തം അവന് നൽകുക. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവനെ എത്തിക്കുക. ഇത് വളരെ സൂക്ഷ്മമായ ഒരു കളിയാണ്. എന്നാൽ ഇതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് ചാണക്യൻ പറയുന്നു. കാരണം നിങ്ങൾ അവനെ നേരിട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അവൻ പോരാടും. എന്നാൽ നിങ്ങൾ അവനെ തിരക്കിലാക്കിയാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ അവന് അവസരം ലഭിക്കില്ല. 9-ാമത്തെ നിയമം, നിങ്ങളുടെ സഖ്യം ശക്തിപ്പെടുത്തുക. ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്ന നയം രാഷ്ട്രീയത്തിൽ പ്രായോഗികമല്ലെന്ന് ചാണക്യൻ പറയുന്നു. വീട്ടിൽ ശത്രുവുള്ളപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ സ്വന്തം ആളുകൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ സഖ്യമുണ്ടാക്കുന്നതിലും ചാണക്യന്റെ ഒരു പ്രത്യേക തന്ത്രമുണ്ട്. ആളുകളെ നിങ്ങളുടെ ബന്ധുക്കളോ പഴയ സുഹൃത്തുക്കളോ ആയതുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ താൽപ്പര്യങ്ങൾ നിങ്ങളുടെ താൽപ്പര്യങ്ങളുമായി ചേർന്നുപോകുന്നതുകൊണ്ട് അവരെ നിങ്ങളോടൊപ്പം ചേർക്കുക.
ഒരാളുടെ നേട്ടം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ ഏറ്റവും ഉറപ്പുള്ള കൂട്ടാളിയായി മാറുന്നു. അതിനാൽ നിങ്ങളുടെ വളർച്ചയിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നവരെ തിരിച്ചറിയുക, അവരെ നിങ്ങളുടെ ഭാഗത്താക്കുക, അവരെ നിങ്ങളുടെ പങ്കാളിയാക്കുക. ഇതാണ് ചാണക്യന്റെ സഖ്യനയം. 10ാമത്തെ നിയമം, സമയത്തിനായി കാത്തിരിക്കുക. ചാണക്യന്റെ നയത്തിൽ കാലത്തിന്, അതായത് സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ശരിയായൊരു സമയമുണ്ടെന്നും ശരിയായ സമയത്തിനായി കാത്തിരിക്കാത്തവൻ ഏറ്റവും വലിയ അവസരം പോലും നഷ്ടപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു. വീട്ടിൽ ശത്രുവുള്ളപ്പോൾ തിടുക്കം കാണിക്കരുത്. അവനെ സ്വയം തെറ്റ് ചെയ്യാൻ അനുവദിക്കുക. കാരണം തെറ്റായ വഴിയിൽ നടക്കുന്നവൻ ഒരു നാൾ ഉറപ്പായും ഇടറി വീഴും. നിങ്ങളുടെ ജോലി നിങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നതാണ്. നിങ്ങളുടെ വിശ്വാസ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവൻ തെറ്റ് ചെയ്യുമ്പോൾ ആ സമയത്തിന്റെ പ്രയോജനമെടുക്കുക. നന്ദരാജവംശത്തെ വേരോടെ പിഴുതെറിഞ്ഞപ്പോൾ ചാണക്യൻ ചെയ്തത് ഇതുതന്നെയാണ്. അദ്ദേഹം പതിറ്റാണ്ടുകളോളം ക്ഷമയോടെ കാത്തിരുന്നു, ശരിയായ സമയത്തിനായി കാത്തിരുന്നു. അവസരം വന്നപ്പോൾ ഒറ്റ പ്രഹരത്തിൽ മുഴുവൻ അധികാരവും തകിടം മറിച്ചു. 11ാമത്തെ നിയമം, അവനെ ഒരിക്കലും അപമാനിക്കരുത്. ഈ നിയമം കേൾക്കുമ്പോൾ വിപരീതമായി തോന്നാം, എന്നാൽ ഇത് വളരെ ആഴത്തിലുള്ളതാണ്. നിങ്ങൾ ഒരാളെ അപമാനിച്ചാൽ അവൻ നിങ്ങളുടെ തികഞ്ഞ ശത്രുവായി മാറുമെന്നും പ്രതികാരദാഹത്തിൽ കത്തുന്ന ഒരാൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും ചാണക്യൻ പറയുന്നു. വീട്ടിലെ ശത്രുവിനെ നേരിട്ട് അപമാനിക്കുന്നത് ഏറ്റവും വലിയ തന്ത്രപരമായ തെറ്റാണ്. ഇതിനു പകരം അവനെ സ്വയം ഉപയോഗശൂന്യനാകുന്ന ഒരവസ്ഥയിൽ എത്തിക്കുക എന്ന് ചാണക്യൻ പറയുന്നു. അവന്റെ ആവശ്യമില്ലാത്ത ഒരിടത്ത്, അവന്റെ കയ്യിൽ യാതൊരു ശക്തിയും ബാക്കി നിൽക്കാത്ത ഒരിടത്ത്. ആരും ശക്തരല്ലെങ്കിൽ അവൻ സ്വയമേവ പിന്തള്ളപ്പെടും. നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടിവരില്ല. ഈ നയം ക്രൂരമായി തോന്നാം, എന്നാൽ ഒരു ശത്രുവിനെ നിർവീര്യമാക്കാനുള്ള ഏറ്റവും ശാന്തവും സ്ഥിരവുമായ മാർഗമാണിത്. 12ാമത്തെ നിയമം, നിങ്ങളുടെ മനസ്സ് സ്ഥിരമായി വയ്ക്കുക. ഈ നിയമം ഏറ്റവും ഉള്ളിലുള്ള കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥതയും കോപവും ഭയവും വരുത്തുന്ന അത്രയും നാശം പുറത്തുള്ള ശത്രുവിന് വരുത്താനാകില്ലെന്ന് ചാണക്യൻ പറയുന്നു. വീട്ടിൽ ശത്രുവുള്ളപ്പോൾ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവൻ എന്തു ചെയ്യുന്നു, എന്തു പറയുന്നു, ആരോടെന്തു പറയുന്നു എന്ന്. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം പാഴാക്കുന്നു. നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തെറ്റുകൾ വരുത്തുന്നു. ശത്രു ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. അതിനാൽ മനസ്സിനെ സ്ഥിരപ്പെടുത്താൻ പഠിക്കുക, ധ്യാനിക്കുക എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ പരിശീലനം ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അസ്വസ്ഥമായ മനസ്സിന് ഒരിക്കലും കാണാൻ കഴിയാത്തതെല്ലാം ശാന്തമായ ഒരു മനസ്സിന് കാണാം. ഇത് ചാണക്യന്റെ അവസാനത്തെയും ഏറ്റവും ശക്തവുമായ നിയമമാണ്. നുണയുടെ ആയുസ് ചെറുതാണെന്നും നുണയെ ആശ്രയിക്കുന്നവൻ ഒരുനാൾ ഉറപ്പായും വീഴുമെന്നും അദ്ദേഹം പറയുന്നു. നിങ്ങളുടെ ജോലി സത്യത്തോടൊപ്പം സഞ്ചരിക്കുക എന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തിയിൽ സത്യസന്ധത പുലർത്തുക, നിങ്ങളുടെ ബന്ധങ്ങളിൽ സത്യം നിലനിർത്തുക. തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ഒരാളെ ഒരു ശത്രുവിനും തോൽപ്പിക്കാനാവില്ല. കാരണം അവന് മറച്ചുവെക്കാൻ ഒന്നുമുണ്ടാകില്ല. അതുകൊണ്ടുതന്നെ അവനെ ഭയപ്പെടുത്താനും ഒന്നുമാകില്ല. ചാണക്യൻ സ്വയം ചെയ്തത് ഇതാണ്. മറ്റാർക്കെങ്കിലും തട്ടിയെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ലളിതമായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ ബുദ്ധി കൂർമ്മതയുള്ളതായിരുന്നു. ഈ സത്യത്തിന്റെ ബലത്തിലാണ് ചരിത്രത്തിൽ അമരമായി മാറിയ ഒരു സാമ്രാജ്യത്തിന് അദ്ദേഹം അടിത്തറ പാകിയത്. ഇനി ഒരു തവണ ഈ 13 നിയമങ്ങളും ഒന്നിച്ചൊന്നു നോക്കാം. 1. തിടുക്കം കാണിക്കരുത്. പൂർണ്ണ ചിത്രം കാണുക. 2. അവന് ലഭിക്കുന്ന വിവരങ്ങൾ പതുക്കെ പതുക്കെ കുറയ്ക്കുക. 3. തെറ്റായ വിവരങ്ങൾ നൽകി ഒറ്റുകാരൻ ആരാണെന്ന് പരീക്ഷിക്കുക. 4. അവന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അവനെ ദുർബലപ്പെടുത്തുക. 5. നിങ്ങൾക്കറിയാമെന്ന് ഒരിക്കലും കാണിക്കരുത്. 6. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ യഥാർത്ഥ മുഖം തിരിച്ചറിയുക. 7. നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഒരിക്കലും അവന്റെ മുന്നിൽ വയ്ക്കരുത്. 8. അവനെ തിരക്കിലാക്കി നിർവീര്യമാക്കുക. 9. നിങ്ങളുടെ സഖ്യത്തെ ശക്തിപ്പെടുത്തുക. 10. ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. 11. അവനെ അപമാനിക്കരുത്, ഉപയോഗശൂന്യനാക്കുക. 12. നിങ്ങളുടെ മനസ്സ് ശാന്തവും സ്ഥിരവുമായി നിലനിർത്തുക. 13. സത്യത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ പരിചയാക്കുക. എന്നാൽ ഇവിടെ നിർത്തി മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുക. നിങ്ങൾ ആരോടെങ്കിലും ശത്രുത പുലർത്താൻ വേണ്ടിയല്ല ചാണക്യൻ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായി നിൽക്കുമ്പോഴും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും വേണ്ടിയാണ് അദ്ദേഹം ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോഴും നിങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കണം. ശത്രുവിനെ എങ്ങനെ തോൽപ്പിക്കാം എന്നതല്ല ചാണക്യന്റെ നയത്തിന്റെ യഥാർത്ഥ സാരം. ശത്രുവിന് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധം നിങ്ങളെ എങ്ങനെ ശക്തനാക്കാം എന്നതാണ് യഥാർത്ഥ സാരം. ഈ ശക്തി പുറമേയുള്ളതല്ല, ഇത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ മനസ്സ് സ്ഥിരമാകുമ്പോൾ, നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമാകുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തിയിൽ സത്യസന്ധതയുണ്ടാകുമ്പോൾ ഒരു ശത്രുവിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ വീട്ടിനുള്ളിലായാലും പുറത്തായാലും ശരി. വളരെ പഴയൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു രാജാവിന്റെ സദസ്സിൽ വളരെ തന്ത്രശാലിയായ ഒരു മന്ത്രിയുണ്ടായിരുന്നു. അവൻ എപ്പോഴും രാജാവിനെതിരെയുള്ള വിവരങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ അവന്റെ മുഖം വളരെ ശുദ്ധമായിരുന്നു. അവന്റെ വാക്കുകൾ വളരെ മധുരമുള്ളതായതുകൊണ്ട് രാജാവിന് ഒരിക്കലും സംശയം തോന്നിയില്ല.
ഒരു ദിവസം പുതിയൊരു ഉപദേശകൻ രാജാവിന്റെ അടുത്തു വന്നു. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, അങ്ങയുടെ സദസ്സിൽ ഒരു ഒറ്റുകാരനുണ്ട്. രാജാവ് ചോദിച്ചു, ആരാണത്? ഉപദേശകൻ പറഞ്ഞു, ഞാൻ പേരു പറയില്ല. ഞാൻ അങ്ങയെക്കൊണ്ടൊരു കാര്യം ചെയ്യിക്കാം. അങ്ങ് സദസ്സിലെ ഓരോ മന്ത്രിക്കും വ്യത്യസ്തമായ ഓരോ തെറ്റായ വാർത്തകൾ നൽകുക. എന്നിട്ട് ഏതു വാർത്തയാണ് ശത്രുരാജ്യത്തെത്തുന്നതെന്ന് നോക്കുക. രാജാവ് അതുതന്നെ ചെയ്തു. 3 ദിവസത്തിനു ശേഷം ശത്രുരാജാവ് ഒരു പ്രത്യേക വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്തു. ആ വാർത്ത ഏതു മന്ത്രിയാണ് നൽകിയതെന്ന് ആ വാർത്തയിൽ നിന്ന് വ്യക്തമായി. അത് ഏറ്റവും വിശ്വസ്തനായി കാണപ്പെട്ടിരുന്ന ആ മന്ത്രി തന്നെയായിരുന്നു. ഇതാണ് ചാണക്യന്റെ 3ാമത്തെ തന്ത്രം, കൂടപരീക്ഷണം. ഇത് ഇന്നും അത്രത്തോളം ഫലപ്രദമാണ്. മറ്റൊരു കാര്യം, ചിലപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രുവല്ലാത്ത ഒരാളെ അബദ്ധത്തിൽ ശത്രുവായി കണക്കാക്കാറുണ്ട്. ഈ കാര്യത്തിലും ചാണക്യൻ വളരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ശത്രുവിനെ തിരിച്ചറിയുമ്പോൾ ആ വ്യക്തി ബോധപൂർവം നിങ്ങളെ ഉപദ്രവിക്കുന്നതാണോ അതോ അയാളുടെ പെരുമാറ്റം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണോ എന്ന് തീർച്ചയായും നോക്കണം. 2 പേരോടുമുള്ള പെരുമാറ്റം വ്യത്യസ്തമായിരിക്കണം. ബോധപൂർവം ശത്രുത കാണിക്കുന്നവർക്കാണ് ഈ 13 നിയമങ്ങൾ. എന്നാൽ കേവലം ദുർബലനായ, ഭയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ഇരയായവരോട് കരുണ കാണിക്കുക. അവർക്ക് തിരുത്താൻ ഒരവസരം നൽകുക. കാരണം ചാണക്യൻ ഒരു മഹാനായ തന്ത്രജ്ഞനായിരുന്നു, എന്നാൽ അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനുമായിരുന്നു. അദ്ദേഹത്തിന്റെ നയത്തിന്റെ അവസാന ലക്ഷ്യം എപ്പോഴും ധർമ്മം സ്ഥാപിക്കുക എന്നതും സമൂഹത്തിന്റെ നന്മയുമായിരുന്നു. ഇന്നത്തെ ലോകത്ത് ഇതെല്ലാം കൂടുതൽ ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് വീട്ടിലെ ശത്രു എന്നത് കുടുംബത്തിലെ ഒരു അംഗം മാത്രമല്ല, നിങ്ങളുടെ പിന്നിൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ക്രെഡിറ്റ് എടുക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും സഹപ്രവർത്തകനാകാം. നിങ്ങൾ വിശ്വസിക്കുകയും ആ വിശ്വാസം തകർക്കുകയും ചെയ്ത ഏതെങ്കിലും വ്യക്തിയാകാമത്. എന്നാൽ ആരായാലും ചാണക്യന്റെ ഈ 13 നിയമങ്ങൾ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകും. ക്ഷമയും ബുദ്ധിയും ശാന്തമായ ഒരു മനസ്സും മാത്രമാണ് ആവശ്യം. അതിനാൽ ഓർക്കുക, നിങ്ങൾ പരിഭ്രാന്തരാകുമ്പോൾ മാത്രമേ വീട്ടിലെ ശത്രുവിന് വിജയിക്കാൻ കഴിയൂ. നിങ്ങൾ ചാണക്യന്റെ നയങ്ങൾ അറിയുമ്പോൾ, നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ, നിങ്ങൾ ശരിയായ സമയത്തിനായി കാത്തിരിക്കുമ്പോൾ, അവൻ വീട്ടിലായാലും പുറത്തായാലും ഒരു ശത്രുവിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം സ്വയം അറിയുന്നവൻ ഒരിക്കലും തോൽക്കില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നീ വീഡിയോ കാണുന്നതിലൂടെ സ്വയം അറിയാൻ ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരിൽ ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങൾ തെളിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആവശ്യമുള്ളവരുമായി തീർച്ചയായും പങ്കുവയ്ക്കുക. ഇതുപോലുള്ള ജീവിതം മാറ്റിമറിക്കുന്ന ആഴത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ശ്രീകൃഷ്ണ. ജീവിതത്തിലെ ഏറ്റവും വലിയ വഞ്ചന നൽകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ശത്രുവിൽ നിന്നുള്ള മുറിവ് ശരീരത്തിന് മാത്രമേ ഏൽക്കൂ, എന്നാൽ സ്വന്തം ആളുകളിൽ നിന്ന് ലഭിക്കുന്ന വഞ്ചന ആത്മാവിനെ തകർക്കും. അതുകൊണ്ടുതന്നെ കണ്ണടച്ച് ആരെയും വിശ്വസിക്കുന്നത് നിങ്ങളെത്തന്നെ നാശത്തിലേക്ക് നയിക്കുന്നതാണ്. ലോകത്ത് ഒരു ബന്ധവും സ്വാർത്ഥതയില്ലാതെ മുന്നോട്ടു പോകില്ലെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ആളുകൾക്ക് നിങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നിടത്തോളം കാലം അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. എന്നാൽ അവരുടെ ആവശ്യം പൂർത്തിയാകുന്ന നിമിഷം അവർ നിങ്ങളെ തിരിച്ചറിയാൻ പോലും കൂട്ടാക്കില്ല. അതിനാൽ പ്രതീക്ഷ കുറയ്ക്കുക, വിവേകം കൂട്ടുക. ആവശ്യത്തിലധികം നല്ലവനും നിഷ്കളങ്കരുമാകുന്നതും ദൗർബല്യമായി മാറുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ചിന്തിക്കാതെ എല്ലാവരെയും വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്ത് ചവിട്ടിമെതിക്കപ്പെടുന്നത്. അതിനാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ അല്പം കാഠിന്യവും വിവേകവും ആവശ്യമാണ്. അല്ലാത്തപക്ഷം ആളുകൾ നിങ്ങളെ ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകും. നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ ദൗർബല്യങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും ഒരിക്കലും ആരോടും പറയരുതെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ആളുകൾ സഹതാപം കാണിക്കുന്നതായി നടിക്കുന്നു, എന്നാൽ ശരിയായ സമയം വരുമ്പോൾ അതേ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ആയുധമായി മാറുന്നു. അതിനാൽ നിശബ്ദത പാലിക്കുന്നതും സ്വയം നിയന്ത്രിക്കുന്നതുമാണ് യഥാർത്ഥ ശക്തി. മനുഷ്യന്റെ യഥാർത്ഥ വ്യക്തിത്വം അവൻ നേടിയെടുക്കുന്ന ശക്തിയിലൂടെയും സമ്പത്തിലൂടെയുമാണ് മനസ്സിലാകുക എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ഒന്നുമില്ലാത്തപ്പോൾ ആർക്കും നല്ലവനാകാം, എന്നാൽ എല്ലാം ലഭിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്നത്. അതിനാൽ സ്വയം വിലയിരുത്തണമെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മാറിയതിനു ശേഷം നോക്കുക. നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും പിന്നിൽ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും അപകടകാരികൾ എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. അങ്ങനെയുള്ള ആളുകൾ സുഹൃത്തിന്റെ രൂപത്തിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളാണ്. അവർ ശരിയായ അവസരത്തിനായി കാത്തിരിക്കുന്നു. അതിനാൽ ചിരിക്കുന്ന എല്ലാവരെയും വിശ്വസിക്കരുത്. സമയത്തേക്കാൾ വലിയ ഒരു ഗുരുവില്ലെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. എന്നാൽ ആളുകൾ സമയത്തിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഒരേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് വിധിയെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ജീവിതം നിങ്ങളെ അതേ പാഠം വീണ്ടും വീണ്ടും പഠിപ്പിക്കും. മനുഷ്യൻ സ്വന്തം ആഗ്രഹങ്ങളുടെ അടിമയായി മാറിയിരിക്കുന്നു എന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. എത്ര ലഭിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ ജനിക്കുന്നു. ഈ വൃത്തത്തിൽ കുടുങ്ങി മനുഷ്യന് ഒരിക്കലും സംതൃപ്തനാകാൻ കഴിയുന്നില്ല.
യഥാർത്ഥ സമാധാനം ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിലല്ല, മറിച്ച് അവയെ നിയന്ത്രിക്കുന്നതിലാണ്. ഏകാന്തത മനുഷ്യനെ ഭയപ്പെടുത്തുന്നുവെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. അതിനാൽ അവൻ തെറ്റായ ആളുകളുടെ കൂടെ ജീവിക്കാനും ആഗ്രഹിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ തെറ്റായ കൂട്ടുകെട്ടിനേക്കാൾ നല്ലത് ഏകാന്തതയാണ്. കാരണം തെറ്റായ ആളുകൾ നിങ്ങളെ പതുക്കെ പതുക്കെ ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കുന്നു. ജീവിതം വളരെ ചെറുതാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. എന്നാൽ മനുഷ്യനത് അനാവശ്യ കാര്യങ്ങൾക്കായി പാഴാക്കുന്നു. അവൻ വെറുപ്പിലും അസൂയയിലും അഹങ്കാരത്തിലും കുടുങ്ങിക്കിടക്കുകയും യഥാർത്ഥ സന്തോഷത്തിൽ നിന്ന് അകന്നുപോകുകയും ചെയ്യുന്നു. സമയം വൈകുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു ദിവസം പശ്ചാത്താപം മാത്രമേ നിങ്ങളുടെ കൂടെയുണ്ടാകൂ. നിങ്ങൾക്ക് എന്തെങ്കിലും നൽകാൻ കഴിയുന്നിടത്തോളം കാലം ആളുകൾ നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. നിങ്ങൾക്ക് ഉപയോഗമില്ലാതാകുന്ന അന്ന് നിങ്ങളുടെ പ്രാധാന്യവും അവസാനിക്കും. അതിനാൽ ആളുകളുമായി ബന്ധം പുലർത്തുക, എന്നാൽ നിങ്ങളുടെ വില ഒരിക്കലും കുറയാൻ അനുവദിക്കരുത്. നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാളുമായി ബന്ധം നിലനിർത്തുന്നത് നിങ്ങളെത്തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ബന്ധങ്ങൾ നിലനിർത്തുന്നതിന്റെ പേരിൽ സ്വയം താഴുന്നത് ബുദ്ധിയല്ല, ദൗർബല്യമാണ്. നിങ്ങളെ വിലമതിക്കാത്തിടത്ത് നിങ്ങളുടെ സാന്നിധ്യവും ഉപയോഗശൂന്യമാണ്. എല്ലാ മനുഷ്യനിലും അത്യാഗ്രഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. വ്യത്യാസം ഇത്രമാത്രം: ഒരാൾക്ക് അവസരം ലഭിച്ചില്ല, മറ്റൊരാൾ സ്വയം നിയന്ത്രിച്ചു. അതിനാൽ ആരുടെയും സ്വഭാവത്തെ കണ്ണടച്ച് വിശ്വസിക്കരുത്. കാരണം സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യനും മാറുന്നു. ആവശ്യമുള്ള സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന ഒരാളോട് ഒരിക്കലും ക്ഷമിക്കരുതെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. കാരണം നിങ്ങളുടെ മോശം സമയത്ത് അയാൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ല സമയത്ത് അയാളുടെ സാന്നിധ്യം വെറും പ്രഹസനമാണ്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതാണ് നല്ലത്. കൂടുതൽ സംസാരിക്കുന്നവൻ പലപ്പോഴും സ്വന്തം വാക്കുകളിൽ തന്നെ കുടുങ്ങുന്നുവെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. കുറച്ച് സംസാരിക്കുകയും എന്നാൽ ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. കാരണം വാക്കുകളുടെ ശക്തി വാളിനേക്കാൾ അപകടകരമാണ്. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ വിവേകമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. എല്ലാം സ്വയം അനുഭവിച്ചറിയാമെന്ന് കരുതിയാൽ നിങ്ങളുടെ ജീവിതം അതിന് മതിയാകില്ല. അതിനാൽ കണ്ണുകൾ തുറന്നുവെച്ച് ലോകത്തെ ശ്രദ്ധയോടെ നോക്കിക്കാണുക. അപമാനം സഹിച്ച് നിശബ്ദനായിരിക്കുന്നത് എപ്പോഴും ദൗർബല്യമല്ല, മറിച്ച് പലപ്പോഴും അത് ഏറ്റവും വലിയ ശക്തിയാണെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ശരിയായ സമയം വരുമ്പോൾ അതേ നിശബ്ദത നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമായി മാറുന്നു. അതിനാൽ എല്ലാ യുദ്ധങ്ങളും ഉടനടി ചെയ്യേണ്ട ആവശ്യമില്ല.